ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് SDPI വിട്ടുനിൽക്കും. വാർഡിന്റെ വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും പാർട്ടി പ്രാധാന്യം നൽകുന്നതിനാൽ അധ്യക്ഷ ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞിരമറ്റം അറിയിച്ചു. SDPI പിറവം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കബീർ കോട്ടയിൽ, മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റഫീഖ്, ആമ്പല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ എന്നിവർ പങ്കെടുത്തു. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. ആമ്പല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള കക്ഷിനില, അപ്പോൾ വരും ദിവസം, അതായത് 22/12/2025 അഥവാ നാളെ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI എടുത്ത നിലപാടിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഷാജി കണിയാമുന്നേൽ, പാർട്ടിയുടെ ആമ്പല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പ്രസിഡന്റ് ഷമീർ ആമ്പല്ലൂർ, മണ്ഡലം കമ്മിറ്റി അംഗം അൽത്താഫ്. ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 9 സീറ്റും, ഐക്യ ജനാധിപത്യ മുന്നണി UDFന് 8 സീറ്റും, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPIക്ക് 1 സീറ്റുമാണുള്ളത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് SDPI വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇരുമുന്നണി വാർഡിൽ, അതായത് 6ാം വാർഡിൽ നിന്നാണ് SDPI തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇരുമുന്നണികളുടെയും തുറന്നു കാണിച്ചുകൊണ്ടാണ് SDPI 6ാം വാർഡിൽ SDPIയുടെ സ്ഥാനാർത്ഥി ഷഹന അൽത്താഫ് വീണ്ടും വിജയം നേടിയിട്ടുള്ളത്. അപ്പോൾ SDPIയെ സംബന്ധിച്ചിടത്തോളം വാർഡിൻ്റെ സമഗ്രമായ വികസനവും വാർഡിലെ ജനങ്ങളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളും ആണ് SDPI കൂടുതലായി ഊന്നൽ നൽകുന്നത്. വാർഡിൻ്റെ വികസനമാണ് SDPIയുടെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നാളെ സ്വീകരിക്കുന്ന SDPI തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനാണ് SDPIയുടെ തീരുമാനം. ആ തെരഞ്ഞെടുപ്പിൽ നിന്നും വോട്ടെടുപ്പിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കും. ആർക്കും പിന്തുണ കൊടുക്കുന്നില്ല. UDFനും ഇല്ല പിന്തുണ, LDFനും ഇല്ല പിന്തുണ. തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കും. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ LDFന് ഒരു സപ്പോർട്ടോട് കൂടിയല്ലേ സാഹചര്യം വരുന്നത്? അല്ല, അത് നിലവിലെ സാഹചര്യത്തിൽ LDFന് 9 സീറ്റുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം അവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇരുമുന്നണികളെയും പിന്തുണക്കാതെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അല്ല, അതിന് പിന്നെ അങ്ങനെയല്ലേ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. മറ്റേതെങ്കിലും രീതിയിൽ ഇപ്പോൾ LDF ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും? അല്ല, ഞങ്ങൾ LDFന്റെ ഔദ്യോഗിക ആൾക്കാരായിട്ടോ ഇല്ലെങ്കിൽ UDFന്റെ ഔദ്യോഗികവുമായിട്ടോ ആയിട്ട് ഒരു ചർച്ച അങ്ങനെ നടത്തിയിട്ടില്ല. പേഴ്സണലി ബന്ധങ്ങൾ വെച്ചിട്ട് 2 മുന്നണിയിലും പെട്ടവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി LDFിലെയോ UDFിലെയോ ആരുമായിട്ടും ഒരു ചർച്ചയും നടന്നിട്ടില്ല. പിന്തുണയ്ക്കുന്നില്ല എന്ന നിലപാടാണ്. നമ്മൾ ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരസ്യ പിന്തുണ ഇല്ല. നമ്മൾ വാർഡിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജയിച്ച വാർഡിൻ്റെ വികസനമാണ് പാർട്ടിയുടെ ലക്ഷ്യം, അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമമാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് പാർട്ടി ആ വാർഡിൽ വികസനവും ജനക്ഷേമ പ്രവർത്തനവുമായിട്ട് പാർട്ടി മുമ്പോട്ട് പോകും. മറ്റേതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡിങ് അങ്ങനെ ഏതെങ്കിലും ഇതിൽ മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ? അപ്പോൾ സ്റ്റാൻഡിങ് കമ്മിറ്റികളോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ? അല്ല, നിലവിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളൊന്നും നമ്മളൊരു ഭരണത്തിലും പങ്കാളിയാകാത്തതുകൊണ്ട് നമുക്ക് കിട്ടില്ലല്ലോ. പിന്നെ നമുക്ക് അർഹതപ്പെട്ടതാണ് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർ സ്ഥാനം. ഇവിടെ ഇങ്ങനെ 9ഉം 8ഉം 1ഉം വന്നിട്ടുകൊണ്ട് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർ സ്ഥാനം അത് SDPIയെ സംബന്ധിച്ച് അർഹതപ്പെട്ടതാണ്. അതെന്തായാലും കിട്ടും സ്വാഭാവികമായി. അല്ല, അങ്ങനെ ഒരു ഓഫർ വെക്കേണ്ട കാര്യമില്ല, അത് സ്വാഭാവികമായി കിട്ടുമല്ലോ. ഈ ആമ്പല്ലൂർ പഞ്ചായത്തിന് SDPIക്ക് പഞ്ചായത്ത് കമ്മിറ്റി
അങ്ങനെ സംവിധാനമുണ്ട്. വാർഡ് കമ്മിറ്റികളുണ്ടോ? വാർഡ് ആമ്പല്ലൂർ പഞ്ചായത്തിൽ SDPIക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്. ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം. വാർഡുകൾ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 5-ലും 7-ലും 16-ലും 17-ലും വാർഡ് കമ്മിറ്റി ഉണ്ട്. നമ്മളിപ്പോ ആകെ നിർത്തിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ 6-ാം വാർഡാണല്ലോ. ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ SDPയുടെ ആളുകളുണ്ടല്ലോ, പ്രവർത്തകരൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവര് ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തപ്പോ അവര് ആർക്ക് പിന്തുണയാണ് കൊടുത്തത് ആ സ്ഥലങ്ങളിൽ? അല്ല, അതിപ്പോ ചില സ്ഥലങ്ങളിൽ ആ സാഹചര്യം നോക്കി സ്ഥാനാർത്ഥികളെ നോക്കി SDPI വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ അത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നമ്മള് ഇപ്പൊ ഇടതുപക്ഷം അല്ലെങ്കിൽ UDF ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെങ്ങളിലൊക്കെ നമ്മളൊരു പിന്തുണ കൊടുത്തേക്കണ പഞ്ചായത്തിലെ മൊത്തത്തിൽ ആർക്കായിരിക്കാം? അല്ല, അതാ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നോക്കി നമ്മൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. വ്യക്തിയെ നോക്കി നമ്മൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ 7-ാം വാർഡിലായാലും 17-ാം വാർഡിലായാലും അങ്ങനെ നമുക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നമ്മളെല്ലായിടത്തും ആ രാഷ്ട്രീയം നോക്കാതെ വ്യക്തികളെ നോക്കി നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്. LDF അല്ലെങ്കിൽ UDF. നമ്മളെ സംബന്ധിച്ചിടത്തോളം LDFും UDFും നമുക്ക് തൊട്ടുകൂടാത്തൊരു സാധനമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം NDA ആയിട്ട് മാത്രമാണ് നമ്മളൊരു സഖ്യത്തിനും ഇല്ലാത്തത്. LDFോ UDFോ ആയിട്ട് എപ്പോൾ വേണേലും സഖ്യത്തിൽ ഏർപ്പെടാം. അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരോട് നേരത്തെ സാഹചര്യം നോക്കി പരിശോധിച്ച് അതിന് ഉചിതമായ തീരുമാനം എടുക്കും. അപ്പൊ ഈ ഇവിടെ ആമ്പല്ലൂര് ഒരു ഔദ്യോഗിക നിലയിൽ യാതൊരു ചർച്ചയ്ക്കും ഇരു മുന്നണികളും ഔദ്യോഗിക തലത്തിൽ സമീപിച്ചില്ല. ആമ്പല്ലൂരിലെ സംബന്ധിച്ചിടത്തോളം ആമ്പല്ലൂരിലെ UDFോ LDFോ ഔദ്യോഗികമായി സമീപിച്ചിട്ടില്ല. അനൗദ്യോഗികമായി പല ചർച്ചകളും നടന്നിട്ടുണ്ട്. അത് തന്നെ ഔദ്യോഗികം എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ സംസ്ഥാന തലത്ത് SDPയുടെ പൊതു തീരുമാനം ഏതെങ്കിലും മുന്നണിയെ ചേരണം, അത്തരത്തിലുള്ള തീരുമാനം എന്തെങ്കിലും? അല്ല, സംസ്ഥാന കമ്മിറ്റി അതാത് ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തു. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ഒരു 19ഓളം സ്ഥലത്ത് ഇങ്ങനെ SDPയുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതായത് പ്രാദേശിക ഘടകത്തിന് അതിൻ്റെ ഉചിതമായ തീരുമാനമെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, LDFോ UDFോ നമുക്ക് തൊട്ടുകൂടാത്തതല്ല. അപ്പോൾ അതായത് പ്രാദേശിക രീതിയിൽ ആ പ്രാദേശികപരമായ കമ്മിറ്റിക്ക്, പഞ്ചായത്ത് കമ്മിറ്റിക്കോ മണ്ഡലം കമ്മിറ്റിക്കോ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഇവിടെ പിന്നെ അത്തരത്തിലൊരു ഞാൻ ഇവിടെ അത്തരത്തിലെ ഒരു ഇപ്പോൾ 9 സീറ്റുണ്ട് LDF. അവരുമായിട്ട് സ്വാഭാവികമായിട്ട് ഒരു ഭരണത്തിന്റെ ഭാഗമാകാം. ഇനിയിപ്പോൾ ഇപ്പുറത്ത് ചേർന്ന് കഴിഞ്ഞാൽ അത് നറുക്കെടുപ്പിലേക്ക് പോകാം. അപ്പൊ അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങളൊരു സ്റ്റെപ്പ് വെക്കാത്തതും പ്രത്യേകിച്ച് അല്ല. നിലവിൽ ഇവിടെ ഇങ്ങനെ ഒപ്പം അല്ലല്ലോ. നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് LDFന് സ്വാഭാവികമായി നമ്മൾ പിന്തുണച്ചില്ലേലും അവർക്ക് ഭരണം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ UDFനാണെങ്കിലും മറിച്ച് നമ്മൾ പിന്തുണച്ചാലും അതൊരു ടോസിലെ കലാശിക്കുള്ളൂ. അതൊരു ഭാഗ്യപരീക്ഷണമാണ്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു രാഷ്ട്രീയപരമായ ഒരു തീരുമാനം എന്നുള്ള നിലക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. വികസന കാഴ്ചപ്പാടാണ്. വാർഡിന്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കേണ്ട അത്തരത്തിലുള്ള ഒരു കാര്യം, എല്ലാവരുമായി സൗഹൃദത്തിൽ മുമ്പോട്ട് പോവുക. ഈ ആമ്പല്ലൂർ പഞ്ചായത്തിലെ NDAക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത ഒരു വാർഡ് കൂടിയായിരുന്നു. തീർച്ചയായിട്ടും. ആമ്പല്ലൂർ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു, ആമ്പല്ലൂർ പഞ്ചായത്തിൽ 18 വാർഡുകളിൽ ഇവിടെ മാത്രമാണെന്ന് തോന്നുന്നു NDAക്ക് സ്ഥാനാർത്ഥിയില്ല, അല്ലെ? ഇവിടെ മാത്രമല്ലായിരുന്നു. അതെ, 2 വാർഡിൽ. അതിലൊരു വാർഡായിരുന്നു ഞങ്ങൾ മത്സരിച്ച 6-ാം വാർഡിൽ. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ NDA അവിടെ 2ാം സ്ഥാനം അടുത്ത് വന്നു. കഴിഞ്ഞ പ്രാവശ്യം 5-ാം വാർഡായിരുന്നു. നല്ല വോട്ടിംഗ്. വാർഡ് വിഭജനം നിങ്ങൾക്ക് ഒരു ഗുണകരമായ രീതിയിലായിരുന്നു? അങ്ങനെയല്ല, വാർഡ് വിഭജിച്ചു. അതിനകത്ത് ഇപ്പൊ ഞങ്ങളുടെ ഒരു കൈകടത്തല് ഒന്നും അതിനകത്ത് ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം. അത് ഒരു പക്ഷേ ചിലപ്പോ അത്തരത്തിൽ എന്നും പറയാൻ പറ്റൂല. കാരണം അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ നമ്മള് അങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും പറയാം. സാമുദായിക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രവർത്തനവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2ാം സ്ഥാനത്ത് വന്ന് അതിനുശേഷമുള്ള പ്രവർത്തനവും നമ്മൾ അവിടെയുള്ള വോട്ടർമാരുമായിട്ടുള്ള ഇടപെടലും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് വിജയം ഉണ്ടായി. ഈ വിഭജനം ഒരു തരത്തിൽ നോക്കുമ്പോൾ വിഭജനം ഒരു അനുകൂലമായ ഘടകമായിട്ടുണ്ട്.